Hello students, Fermat's theorem ആണ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തത്. അതെല്ലാവരും നന്നായിട്ട് സ്റ്റേറ്റ്മെന്റും പ്രൂഫും നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ഫൈൻഡിങ് ദ എക്സ്ട്രീം വാല്യൂസ് ഓഫ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ എ ക്ലോസ്ഡ് ഇന്റർവെൽ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ ചാപ്റ്റർ തുടങ്ങി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആ എക്സ്ട്രീം വാല്യൂസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷന് മാത്രമാണ്. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിലാണ് നമുക്ക് ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ ആണ് എങ്കിൽ അതിൻ്റെ എക്സ്ട്രീം വാല്യൂസ് തന്നിരിക്കുന്ന ഒരു ക്ലോസ്ഡ് ഇന്റർവെലും ഫംഗ്ഷൻ കണ്ടിന്യൂസും ആണ് എങ്കിൽ അതിൻ്റെ എക്സ്ട്രീം വാല്യൂസ് എങ്ങനെ വരും എന്നുള്ളതാണ് ഈ തീറത്തിൽ പറയാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ സ്റ്റേറ്റ്മെന്റ് മാത്രമേ പഠിക്കാനുള്ളൂ, പ്രൂഫ് ഇല്ല. പക്ഷേ ഈ തീറ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക, കാരണം ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തീറാണ്. If f is continuous at every point of a closed interval I, then f assumes both an absolute maximum value capital M and an absolute minimum value small m somewhere in I. അപ്പോൾ പറയുന്നത് ഇതാണ്, എഫ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് അവിടെ ക്ലോസ്ഡ് ഇന്റർവെല് എങ്കിൽ, കണ്ടിന്യൂസ് ഫംഗ്ഷനും ആയിരിക്കണം ക്ലോസ്ഡ് ഇന്റർവെലും ആയിരിക്കണം, അത് മസ്റ്റ് ആണ്. എങ്കിൽ ദർ എക്സിസ്റ്റ് ആൻ ആബ്സല്യൂട്ട് മാക്സിമം വാല്യൂ ആൻഡ് ആൻ ആബ്സല്യൂട്ട് മിനിമം വാല്യൂ സംവേർ ഇൻ ഐ. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും എഫിന് ഈ ഐക്കകത്ത് ഒരു പോയിന്റിൽ മാക്സിമം വാല്യൂ ഒരു പോയിന്റിൽ മിനിമം വാല്യൂ ഉറപ്പായിട്ടും എക്സിസ്റ്റ് ചെയ്യും. ഇപ്പം നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾ കണ്ടപ്പോൾ ചില ഫംഗ്ഷൻസിന് സെയിം ഫംഗ്ഷൻ തന്നെ ഡിഫറെൻറ്റ് ഡൊമൈനിൽ എടുത്തപ്പോൾ ഡൊമൈൻ മാറുന്നതനുസരിച്ച് ചിലയിടത്ത് എക്സ്ട്രീമാസ് ഉണ്ടാവുന്നുണ്ട്, ചിലയിടത്ത് എക്സ്ട്രീമാസ് ഉണ്ടാവുന്നില്ല, മാക്സിമം മാത്രമുള്ള കേസുണ്ട്, മിനിമം മാത്രമുള്ള കേസുണ്ട്, അങ്ങനെ പല വെറൈറ്റികൾ കണ്ടു ഡൊമൈൻ ചേഞ്ച് ആവുന്നതിനനുസരിച്ചിട്ട്. അപ്പോൾ തിയറം പറയുന്നതാണ്, ഫംഗ്ഷൻ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനും ഡൊമൈൻ ഒരു ക്ലോസ്ഡ് ഇന്റർവെല്ലും ആണ് എങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഒരു ആബ്സല്യൂട്ട് മാക്സിമവും ഒരു ആബ്സല്യൂട്ട് മിനിമവും നിർബന്ധമായിട്ടും എക്സിസ്റ്റ് ചെയ്യും എന്നാണ് തിയറം പറയുന്നത്. അപ്പോൾ ആബ്സല്യൂട്ട് മാക്സിമത്തിനെ ക്യാപിറ്റൽ എം എന്നും ആബ്സല്യൂട്ട് മിനിമത്തിനെ സ്മോൾ എം എന്നും സെലക്ട് ചെയ്യുകയാണ് എങ്കിൽ we can say that there are numbers x1 and x2 in I with f of x1 is equal to m and f of x2 is equal to capital M, and such that small m less than or equal to f of x less than or equal to capital M for every x in the interval I. Means small m is the absolute minimum and capital M is the absolute maximum. അപ്പോൾ അത് കാണിക്കുന്ന 2-3 ടൈപ്പ് ഗ്രാഫ്സ്, ഒരു ഡിക്രീസിങ് ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് എങ്കിൽ ഇവിടെ അതിന് മാക്സിമം വാല്യൂ, ഇവിടെ അതിന് മിനിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യും. ഇനി മാറി മാറി വരുന്ന വാല്യൂസ് ആണ് എങ്കിൽ ഇവിടെ ഒരു മാക്സിമം വാല്യൂ, ഇവിടെ ഒരു മിനിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യും. ഇനി ഇൻക്രീസിങ് ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് എങ്കിൽ ഇൻക്രീസ് ചെയ്തിട്ട് ഡിക്രീസ് ചെയ്യുന്നു. ഇവിടെ മിനിമം വാല്യൂ, ഇവിടെ മാക്സിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യും. ഇനി ഇൻക്രീസിങ് ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് എങ്കിൽ ഇവിടെ മിനിമം വാല്യൂ, ഇവിടെ മാക്സിമം വാല്യൂ. അങ്ങനെ ഏത് ടൈപ്പ് ഓഫ് ഗ്രാഫ്സ് എടുത്തിട്ടുണ്ട് എങ്കിലും ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒരു ക്ലോസ്ഡ് ഇന്റർവെല്ലും ആയിരിക്കണം, ഫംഗ്ഷൻ കണ്ടിന്യൂസും ആയിരിക്കണം. ആ 2 കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനൊരു ആബ്സല്യൂട്ട് മാക്സിമോ ഒരു ആബ്സല്യൂട്ട് മിനിമോ എക്സിസ്റ്റ് ചെയ്യും എന്നാണ് തിയറം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് വേറൊരു ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ഇതിൽ നോക്കി ഇവിടെ ഹോള് കാണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോസ്ഡ് അറ്റ് 0 ഓപ്പൺ അറ്റ് 1 ആയിരിക്കും ഇന്റർവെല്. അപ്പോൾ ഇവിടെ ഇവിടെ ഹോളാണ്. അപ്പോൾ ഇവിടെ തൊട്ട് താഴെയുള്ള വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഇതിന് മാക്സിമം ഉണ്ടെന്ന് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ ഹാഫ് ഓപ്പൺ ഇന്റർവെൽസിൽ നമുക്ക് ആ കേസ് പറ്റില്ല. അതുപോലെ തന്നെ ഇവിടെ നോക്കി, ഇവിടെ -1 to 0, 0 to 1 ആണ്. അപ്പോൾ 0ൽ 2 പ്ലേസിലും ഹോളാണ്. അപ്പോൾ അവിടെ നോക്കി, അവിടെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഒക്കെ ചെയ്യുന്നുണ്ട്. ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് കേട്ടോ, ഒരെണ്ണെവിടെയായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ആ കേസിൽ ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് മാക്സിമം പറയാനായിട്ട് പറ്റില്ല, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മിനിമം പറയാനും പറ്റില്ല. നോ ആബ്സല്യൂട്ട് മിനിമം, നോ ആബ്സല്യൂട്ട് മാക്സിമം. അപ്പോൾ ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റിയും അതുപോലെ ഇന്റർവെല് ക്ലോസ്ഡും ആയിരിക്കണം എന്നുള്ളത് മസ്റ്റാണ്. എന്നാൽ മാത്രമേ നമ്മൾ പറഞ്ഞ കാര്യം എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതായത് ഉറപ്പായിട്ടും ആബ്സല്യൂട്ട് മിനിമം ഉറപ്പായിട്ടും ആബ്സല്യൂട്ട് മാക്സിമം എക്സിസ്റ്റ് ചെയ്യും എന്നുള്ള കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് ഗൈഡ് ലൈൻസ് ഫോർ ഫൈൻഡിങ് എക്സ്ട്രീമ ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതൊരു ക്ലോസ്ഡ് ഇന്റർവെലിനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്കിൽ എങ്ങനെ നമുക്കതിൻ്റെ എക്സ്ട്രീമാസ് കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ലോക്കൽ എക്സ്ട്രീമി ആയാലും ആബ്സല്യൂട്ട് എക്സ്ട്രീമി ആയാലും എങ്ങനെ ഫൈൻഡ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, ഫൈൻഡ് ദ ക്രിട്ടിക്കൽ നമ്പേഴ്സ് ഓഫ് എഫ് ദാറ്റ് ലൈസ് ഇൻ ഓപ്പൺ ഇന്റർവെൽ എ ബി. ആദ്യത്തെ പോയിന്റ് ക്രിട്ടിക്കൽ നമ്പേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ക്രിട്ടിക്കൽ പോയിന്റ്സിലും എൻഡ് പോയിന്റ്സിലുമാണ് എക്സ്ട്രീമാസ് എക്സിസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ളത്. They compute the value of f at each of these critical numbers and compute f of a and f of b.
അപ്പോൾ എഫിൻ്റെ വാല്യൂ ക്രിട്ടിക്കൽ പോയിന്റ്സിലും അതുപോലെ തന്നെ എൻഡ് പോയിന്റ്സ് ആയ എയിലും ബിയിലും ഇവാലുവേറ്റ് ചെയ്യുക. അവിടെയാണ് എക്സ്ട്രീമാസ് ഉണ്ടാവാനുള്ള സാധ്യത. The absolute maximum value of f and the absolute minimum value of f are precisely the largest and smallest numbers found in step 2. അപ്പോൾ സ്റ്റെപ്പ് 2 നമ്മൾ ലോക്കൽ എക്സ്ട്രീമാസ് ആണ് ഫൈൻഡ് ചെയ്യുന്നത്. ക്രിട്ടിക്കൽ പോയിന്റ്സിലും എൻഡ് പോയിന്റ്സിലും നമ്മൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലോക്കൽ എക്സ്ട്രീമാസ് ആണ് അവിടെ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. ഇനി അതിൽ ഏറ്റവും മാക്സിമത്തിന് നമ്മൾ ആബ്സല്യൂട്ട് മാക്സിമം എന്നും ഏറ്റവും മിനിമത്തിന് നമ്മൾ ആബ്സല്യൂട്ട് മിനിമം എന്നുമാണ് പറയുക. അപ്പോൾ അങ്ങനെ അതിനെ ഫൈൻഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം ചെയ്യാൻ എളുപ്പമാണെന്ന് നോക്കിയാൽ മതി. ഫൈൻഡ് ദ മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ -2,1. അപ്പോൾ നോക്കുക, ഫംഗ്ഷൻ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. പോളിനോമിയൽ ഫംഗ്ഷൻ അല്ലേ? പോളിനോമിയൽ ഫംഗ്ഷൻസ് എല്ലാം കണ്ടിന്യൂസ് ആണ്. അപ്പോൾ അതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ക്ലോസ്ഡ് ഇന്റർവെലിന്മേലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ആബ്സല്യൂട്ട് മാക്സിമം ഒരു ആബ്സല്യൂട്ട് മിനിമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫംഗ്ഷന്റെ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ക്രിട്ടിക്കൽ പോയിന്റ്സ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? പുട്ട് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്നിട്ട് കിട്ടുന്ന പോയിന്റ്സ് ആണ് ക്രിട്ടിക്കൽ പോയിന്റ്സ്. അപ്പോൾ ആദ്യം എഫ് ഡാഷ് ഓഫ് എക്സ് ഫൈൻഡ് ചെയ്യുക. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 2x എന്ന് കിട്ടും. പുട്ട് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ 2x ഈക്വൽ ടു 0. ദ ഓൺലി ഓൺ പോസിബിലിറ്റി ഈസ് ദാറ്റ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ ഒരേ ഒരു ക്രിട്ടിക്കൽ പോയിന്റ്, ഇത് എവിടെയും അൺഡിഫൈൻഡ് ആവുന്നില്ല അല്ലേ? നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് പറഞ്ഞപ്പോൾ രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആകുന്ന പോയിന്റ്സും അതുപോലെ എഫ് ഡാഷ് അൺഡിഫൈൻഡ് ആകുന്ന പോയിന്റ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 2x എന്ന് പറയുന്നത് ഈ ഡൊമൈനിൽ എവിടെയും അൺഡിഫൈൻഡ് ആവുന്നില്ല. കാരണം എല്ലാത്തിലും നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. 2/x ഒക്കെ വരുന്ന സമയത്ത് ഇടയ്ക്ക് ഡിനോമിനേറ്ററിൽ 0 ഒക്കെ വരുമ്പോഴാണ് ആ അൺഡിഫൈൻഡ് എന്നുള്ളൊരു കണ്ടീഷൻ വരിക കേട്ടോ. അത് വരും, പ്രോബ്ലംസിൽ വരുമ്പോൾ ഞാൻ പറയാം. അപ്പം അതും കൂടി ഒന്ന് കൺസിഡർ ചെയ്യണം. ഇപ്പം ഇത് ഡിനോമിനേറ്ററിലാണ് ടേമെങ്കിലേ അടിയിൽ 0 ഒക്കെ വരുന്ന കേസില്ലേ, അതൊക്കെയാണ് അൺഡിഫൈൻഡ് എന്നുള്ളതിലേക്ക് വരിക. ഇതിലിപ്പോൾ ആ ഒരു പ്രശ്നം വരണില്ല. അപ്പോൾ ഈക്വൽ ടു 0 ആകുന്ന കേസ് മാത്രം ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 ആണ് ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരേ ഒരു ക്രിട്ടിക്കൽ പോയിന്റ്. പിന്നെ നമുക്ക് ഏതൊക്കെ വേണം? രണ്ട് എൻഡ് പോയിന്റ്സും കൂടി വേണം. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 ചെക്ക് ചെയ്യണം. പിന്നെ എൻഡ് പോയിന്റ്സ് ആയ എക്സ് ഈക്വൽ ടു -2 എക്സ് ഈക്വൽ ടു 1 വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ 3 പോയിന്റിൽ എഫ് വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ എഫ് ഓഫ് 0 കണ്ടുപിടിച്ചിട്ടുണ്ട്. എഫ് ഓഫ് 0 0 സ്ക്വയർ 0. എഫ് ഓഫ് -2 -2ന്റെ സ്ക്വയർ 4. എഫ് ഓഫ് 1 1ന്റെ സ്ക്വയർ 1. 0 4 1 ആണ് ലോക്കൽ എക്സ്ട്രീമാസ്. ഇതിലെ ഏറ്റവും മാക്സിമം വാല്യൂ ഏതാ? 0 4 1 മാക്സിമം വാല്യൂ ആണ് കേട്ടോ. മാക്സിമം വരുന്നത് നോക്കേണ്ടത് പോയിന്റ് അല്ല, വാല്യൂ ആണ് നോക്കേണ്ടത്. വാല്യൂ മാക്സിമം വരുന്നത് 4 ആണ്. അത് എക്സ് ഈക്വൽ ടു -2 എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ആബ്സല്യൂട്ട് മാക്സിമം വാല്യൂ ഈസ് 4 ആൻഡ് ഇറ്റ് എക്സിസ്റ്റ് അറ്റ് എക്സ് ഈക്വൽ ടു -2. അപ്പോൾ വാല്യൂ സ്പെസിഫൈ ചെയ്യുക, ഏത് പോയിന്റിലാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നതെന്നുള്ളതും സ്പെസിഫൈ ചെയ്യുക. ഇനിയുള്ളതിൽ വെച്ച് മിനിമം എന്ന് പറഞ്ഞാൽ അത് 0 ആണ് അല്ലേ? 4ഉം 1ഉം 0ലും വെച്ച് ഏറ്റവും മിനിമം 0 അല്ലേ? അപ്പോൾ ആബ്സല്യൂട്ട് മിനിമം വാല്യൂ ഈസ് 0 ആൻഡ് ഇറ്റ് എക്സിസ്റ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ അതങ്ങനെ തന്നെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാം. അടുത്തൊരു പ്രോബ്ലം ചെയ്തിരിക്കുന്നത് നോക്കാം. Find the absolute extrema values of g of t equal to 8t minus t raised to 4 on closed interval -2,1. ഇതാണ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഈ പറഞ്ഞ പോലെ തന്നെ പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് കണ്ടിന്യൂസ് ആണ്. ക്ലോസ്ഡ് ഇന്റർവൽ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ ഡിഫറൻഷ്യബിൾ ആണ്. പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് എല്ലായിടത്തും ഡിഫറൻഷ്യബിളും ആണ്. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കാം. പുട്ട് g ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എന്താ g ഡാഷ് ഓഫ് ടി വരിക? 8 - 4t ക്യൂബ് അല്ലേ? 8 - 4t ക്യൂബ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പോസിബിലിറ്റി എന്താ? ആദ്യം നമുക്ക് 4t ക്യൂബ് ഈക്വൽ ടു 8 എന്ന് കിട്ടും. പിന്നെ t ക്യൂബ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. t ക്യൂബ് ഈക്വൽ ടു 2ൽ നിന്ന് t ഈക്വൽ ടു 2 റേസ് ടു 1/3. t ഈക്വൽ ടു 2 റേസ് ടു 1/3 ആണ് അതിൽ നിന്ന് ഒരേ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടുക. ഇതെവിടെയും ഈ പറഞ്ഞ പോലെ അൺഡിഫൈൻഡ് ആവില്ല ഈ ഡൊമൈനിൽ എവിടെയും. കാരണം ഡിനോമിനേറ്ററിലൊന്നും വരണയില്ലല്ലോ. അതുകൊണ്ട് എവിടെയും ഇത് അൺഡിഫൈൻഡ് ആവില്ല. അപ്പോൾ ഈ ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ ഇതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ്. അപ്പോൾ അതും കൂടി ഒന്ന് ഇപ്പോഴും ഒന്ന് ചെക്ക് ചെയ്ത് പോകാം. മിക്കവാറും ഉണ്ടാവില്ലെങ്കിലും ഒന്ന് ചെക്ക് ചെയ്ത് പോകാൻ മറക്കരുത് കേട്ടോ. ചില കേസിൽ ഉണ്ടാവും. അപ്പോൾ അടുത്തത് ഒരു പ്രോബ്ലത്തിൽ അൺഡിഫൈൻഡ് കേസ് വരുന്നുണ്ട്. അപ്പോൾ ഈ കേസിൽ അൺഡിഫൈൻഡ് ഒന്നും ഇല്ല. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു ലൈൻ എഴുതി വെച്ചോ, കഴിഞ്ഞ പ്രോബ്ലത്തിൽ എഴുതി വെച്ചോ. There is no point at which f dash is undefined അല്ലെങ്കിൽ at which g dash is undefined എന്ന് എഴുതി വെച്ചോട്ടാ. അതുകൊണ്ട് ഈ ഒരേ ഒരു ക്രിട്ടിക്കൽ പോയിന്റേ ഉള്ളൂ എന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മളത് എപ്പോഴും മറക്കും ചെക്ക് ചെയ്യാനായിട്ട്. രണ്ടും ചെക്ക് ചെയ്യണം, അത് നിർബന്ധമാണ്. അൺഡിഫൈൻഡും ചെക്ക് ചെയ്യണം, ഈക്വൽ ടു 0 വരുന്ന കേസും ചെക്ക് ചെയ്യണം. അതുപോലെ എൻഡ് പോയിന്റും ചെക്ക് ചെയ്യണം.
ഓക്കെ, 3 കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പോൾ ഇവിടെ t = 2⁻⁴ ആണ് ഒരേ ഒരു ക്രിട്ടിക്കൽ പോയിന്റ്. പിന്നെ നമുക്ക് എൻഡ് പോയിന്റിൽ -2ലും -2ലും 1ലും വാല്യൂസ് കണ്ടുപിടിക്കണം. അപ്പോൾ എൻഡ് പോയിന്റിൽ -2ൽ -32 കിട്ടും, 1ൽ നമുക്ക് 7 കിട്ടും. 2⁻⁴ വാല്യൂ നോക്ക് ഒരു പ്രശ്നമുണ്ട്. ഒരു കാര്യം നോക്കിയേ, t = 2⁻⁴ ഇതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. കാൽക്കുലേറ്ററിൽ ഇതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതൊരു സ്പെഷ്യൽ പ്രോബ്ലം ആണ്. 2⁻⁴ വാല്യൂ 1 പോയിന്റ് സംതിങ് എന്നാണ് വരിക. ആ 1 പോയിന്റ് സംതിങ് എന്ന് പറയുന്ന വാല്യൂ എവിടെ ഇല്ല? ഈ ഡൊമൈനിൽ ഇല്ല. ആ ക്രിട്ടിക്കൽ പോയിന്റ് ഈ ഡൊമൈനിൽ ഇല്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ആ പോയിന്റിനെ, ഡൊമൈനിൽ ഇല്ലാത്തൊരു പോയിന്റിൽ നമുക്ക് ആബ്സല്യൂട്ട് മാക്സിമം ആബ്സല്യൂട്ട് മിനിമം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഡൊമൈനിലുള്ള പോയിന്റ് ആണെങ്കിൽ മാത്രമേ ക്രിട്ടിക്കൽ പോയിന്റ്, ഡൊമൈനിലുള്ള പോയിന്റ് ആണെങ്കിൽ മാത്രമേ അത് കണക്കാക്കേണ്ട ആവശ്യമുള്ളൂ. പലപ്പോഴും കുട്ടികൾ അത് തെറ്റിക്കാറുള്ളതാണ്. ഡൊമൈനിൽ ഇല്ലാത്ത പോയിന്റ് ആണെങ്കിൽ അത് ഒഴിവാക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഉത്തരം തെറ്റിപ്പോകും. ചിലപ്പോൾ അതിൽ മാക്സിമം കിട്ടിയാൽ നമുക്കത് ഈ ഫംഗ്ഷന്റെ ആബ്സല്യൂട്ട് മാക്സിമം എന്ന് പറയാൻ പറ്റില്ല, കാരണം അത് ഡൊമൈനിന് പുറത്തല്ലേ. അപ്പോൾ അത് എപ്പോഴും തെറ്റിക്കാറുള്ളതാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പോയിന്റ് കിട്ടണത് വിത്തിൻ ദ ഇന്റർവെൽ അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കുക, അതിനെ ഇഗ്നോർ ചെയ്യുക. എഴുതി വെച്ചിട്ടുണ്ട്, പോയിന്റ് നോട്ട് ഇൻ ദ ഗിവൺ ഡൊമൈൻ, ദ ഫംഗ്ഷൻസ് ലോക്കൽ എക്സ്ട്രീമ ദെർഫോർ ഒക്കേഴ്സ് അറ്റ് എൻഡ് പോയിന്റ്സ്. അപ്പോൾ പിന്നെ ആ ക്രിട്ടിക്കൽ പോയിന്റിനെ നമുക്ക് ഒഴിവാക്കാം. ബാക്കി എന്തിലാണ് നോക്കണ്ടു? എൻഡ് പോയിന്റ്സിൽ മാത്രം നോക്കണ്ടു. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാൽക്കുലേറ്ററിൽ ഇതിന്റെ വാല്യൂ നോക്കിയാൽ അറിയാം ഇത് ഈ ഡൊമൈനിന് പുറത്താണ് എന്നുള്ളത്. അപ്പോൾ എൻഡ് പോയിന്റിൽ ചെക്ക് ചെയ്തു. എൻഡ് പോയിന്റിൽ ചെക്ക് ചെയ്തപ്പോൾ -2ൽ -32, 1ൽ 7 ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ 1ൽ കിട്ടുന്ന 7 ആണ് ആബ്സല്യൂട്ട് മാക്സിമം, -32 ആണ് ആബ്സല്യൂട്ട് മിനിമം വരിക. ശ്രദ്ധിക്കണം കേട്ടോ അത് പ്രോബ്ലം ചെയ്യുമ്പോൾ. അടുത്തത് ഫൈൻഡ് ദ ആബ്സല്യൂട്ട് എക്സ്ട്രീമ ഓഫ് h of x = x⁻²/3 ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ -2, 3. അപ്പോൾ ഇതും അതെ, നമുക്ക് ആദ്യം ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കണം. ക്ലോസ്ഡ് ഇന്റർവെൽ ഒക്കെ തന്നെയാണ്. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് പുട്ട് h' കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ 2/3 × x⁻⁻1/3 ആണ് കിട്ടിയത്. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്ക് 2/3 x⁻⁻1/3 എന്നുള്ളതിനെ x⁻⁻1/3 താഴത്തേക്ക് ഇറക്കി എഴുതാം. ഓക്കെ, അപ്പം ഇത് നോക്കി നോക്കിയാൽ ഇത് =0 ആകുന്ന കണ്ടീഷൻ ഇല്ല, കാരണം ന്യൂമറേറ്റർ എപ്പോഴും 2 ആണ്. ഈ ഒരു കോഷ്യന്റ് ആയിട്ടുള്ള സാധനം =0 വരണമെങ്കിൽ ന്യൂമറേറ്റർ 0 വരണം അല്ലേ. അപ്പോൾ ഇത് ഒരിക്കലും ന്യൂമറേറ്റർ 0 വരില്ല, ന്യൂമറേറ്ററിൽ 2 ആണ്. അപ്പോൾ അതുകൊണ്ട് h' of x = 0 എന്ന് വരണ കണ്ടീഷൻ ഇല്ല. പിന്നെ ഈ ഇന്റർവെല്ലിൽ ഒരു പോയിന്റ് ആണ് 0, -2 മുതൽ 3 വരെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഇന്റർവെല്ലിൽ ഒരു പോയിന്റ് ആണ് 0. ആ 0 ഇവിടെ ഡിനോമിനേറ്ററിൽ എക്സ് വരുന്ന സമയത്ത്, ഡിനോമിനേറ്ററിലാണ് എക്സ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ 0 എന്നുള്ള പോയിന്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഈ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താവും? അൺഡിഫൈൻഡ് ആവും. നമുക്ക് വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞിരുന്നു ക്രിട്ടിക്കൽ പോയിന്റ് ചെക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് =0 ആകുന്ന പോയിന്റ്സും കൺസിഡർ ചെയ്യണം, അൺഡിഫൈൻഡ് ആകുന്ന പോയിന്റ്സും കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് പവേഴ്സ് ഒക്കെ വരുന്നത് ഡിനോമിനേറ്ററിലേക്ക് എഴുതി നോക്കിയാലാണ് നമുക്കത് അൺഡിഫൈൻഡ് ആകുന്ന പോയിന്റ്സ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ ഇവിടെ 0 ഇതിൻ്റെ ഇൻബിറ്റ്വീനിലുള്ള ഒരു പോയിന്റ് ആയതുകൊണ്ട് ആ പോയിന്റിൽ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്, ഈ ഫസ്റ്റ് ഡെറിവേറ്റീവ് അൺഡിഫൈൻഡ് ആകുന്നുണ്ട്. അപ്പോൾ x = 0 അവിടുത്തെ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. പിന്നെ ഫസ്റ്റ് ഡെറിവേറ്റീവ് =0 എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ ഒരിക്കലും =0 വരില്ല, ന്യൂമറേറ്റർ 0 ആവാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പോയിന്റ്സ് ഇതിലില്ല. ഓക്കെ, അൺഡിഫൈൻഡ് ആകുന്ന പോയിന്റ്സ് മാത്രമേ ഇവിടെ ഉള്ളൂ. പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ x = 0 ആണ് ഒരേ ഒരു ക്രിട്ടിക്കൽ പോയിന്റ്. പിന്നെ ഉള്ളത് എൻഡ് പോയിന്റ് ആണ് -2ഉം 3ഉം. അപ്പോൾ ഇതിൽ 3ലും വാല്യൂ ചെയ്യാം. കിട്ടാത്ത വാല്യൂക്ക് ആണെങ്കിൽ കാൽക്കുലേറ്ററിൽ നോക്കി ഏതാ വലുതെന്നുള്ളത് കണ്ടെത്തണം കേട്ടോ. ഇങ്ങനെ എടുക്കുമ്പോൾ ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല, കാൽക്കുലേറ്ററിൽ നോക്കിയാൽ മതി. അപ്പോൾ ആബ്സല്യൂട്ട് മാക്സിമം വാല്യൂ ഇതിൽ വരുന്നത് 9⁻⁴ ആണ്. അത് 3ലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. മിനിമം വാല്യൂ വരുന്നത് 0 ആണ്, അത് 0ൽ തന്നെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് എടുക്കുന്നിടത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫസ്റ്റ് ഡെറിവേറ്റീവ് =0 കൊടുക്കണം, ഫസ്റ്റ് ഡെറിവേറ്റീവ് അൺഡിഫൈൻഡ് ആകുന്ന പോയിന്റ്സും കണ്ടുപിടിക്കണം. ചില പ്രോബ്ലത്തിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് =0 ആകുന്ന പോയിന്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, ചില പ്രോബ്ലത്തിൽ അൺഡിഫൈൻഡ് ആകുന്ന പോയിന്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ.
ചിലതിൽ രണ്ടും വരാം, രണ്ട് ടൈപ്പും വരാം. എന്നിട്ട് ക്രിട്ടിക്കൽ പോയിന്റ്സ് കിട്ടുമ്പോൾ നോക്കണം അത് വിത്തിൻ ദ ഗിവൺ ഇന്റർവെൽ തന്നെ അല്ലേന്ന്. ആണെങ്കിൽ മാത്രമേ അതിനെ ആബ്സല്യൂട്ട് മാക്സിമം അല്ലെങ്കിൽ ആബ്സല്യൂട്ട് മിനിമത്തിലേക്ക് കൊണ്ടുവരാവൂ, ഫൈൻഡ് ചെയ്യാവൂ. അല്ലെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്തേക്കണം. ആ ഇഗ്നോർ ചെയ്യാൻ മറക്കരുത്. ഇവിടെ 0 ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മളത് ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ട് സെലക്ട് ചെയ്തത്. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഈ 2⁻1/3 ഇഗ്നോർ ചെയ്ത് കളഞ്ഞ പോലെ ഇഗ്നോർ ചെയ്ത് കളയണം കേട്ടോ. ബാക്കി എൻഡ് പോയിന്റിൽ മാത്രമേ ചെക്ക് ചെയ്യാവൂ. അപ്പോൾ അത്